കോമ്പസ് എടുത്ത് ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. കോമ്പസ് എടുത്ത് ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരച്ചു. വൃത്തം വരച്ചിട്ട് ഇതാണ് സെൻറ്റർ. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു വ്യാസം വരയ്ക്കണം. വ്യാസം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യാസം വരച്ച് ഈ പോയിന്റിലൂടെ കടന്നു പോകണം. ഇത്രയേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. വ്യാസം വരച്ചു. ഇനി എന്ത് ചെയ്യണം? അർദ്ധവൃത്തത്തിലേക്കോ മട്ടകോ. അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ ഇത് വ്യാസമാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ബിന്ദു മാർക്ക് ചെയ്തിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മട്ടകം കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ലൈൻ എടുക്കുന്നു. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. ഈ ബിന്ദുക്കൾ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോൺ മട്ടകം. മട്ടകോൺ കിട്ടി 90 ഡിഗ്രി. ഇനി ഈ 90 ഡിഗ്രി വരുന്ന മൂല അത് കേന്ദ്രമായ വൃത്തം വരയ്ക്കണം. അപ്പോൾ കോമ്പസ് എടുക്കുന്നു. എന്നിട്ട് ഇത് സെൻറ്ററാക്കിയിട്ട് കേന്ദ്രമാക്കിയിട്ട് ഒരു വൃത്തം വരയ്ക്കണം. ഇഷ്ടമുള്ള ആരത്തിൽ വരയ്ക്കാം. അപ്പോൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു വൃത്തം വരച്ചു. ഇത് 90 ഡിഗ്രി കേന്ദ്രകോണാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എവിടെയെങ്കിലും ഒരു ബിന്ദു മാർക്ക് ചെയ്താൽ കിട്ടുന്ന എത്രയായിരിക്കും? 45 ഡിഗ്രി. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ബിന്ദു മാർക്ക് ചെയ്യുന്നു. ഒരു ബിന്ദു മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബിന്ദുക്കളെ ഈ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന കോണിൻ്റെ വശങ്ങൾ രണ്ടാമത്തെ വൃത്തത്തിനെ തൊടുന്ന ആ ബിന്ദുവിൽ നിന്ന് ഏതെങ്കിലും ഒരു ബിന്ദു മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയുടെ ഇവിടെയാണ് മൂല വരുന്നത്. ഈ ബിന്ദുവിൽ നിന്നും ഇതിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് ചാപത്തിലെ കോൺ. അപ്പോൾ ഇത് 45 കിട്ടി. വീണ്ടും എന്ത് ചെയ്യണം? ഈ 45 ഡിഗ്രി കേന്ദ്രമാക്കിയിട്ട് എന്ത് വരയ്ക്കണം? വൃത്തം വരയ്ക്കണം. അപ്പോൾ നമ്മൾ കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വൃത്തം വരയ്ക്കണം. ഇഷ്ടമുള്ള ആരെടുക്കാം. ആരത്തിന് അളവ് പ്രശ്നമല്ല. വൃത്തം വരച്ചു. അപ്പോൾ 45 ഡിഗ്രി കേന്ദ്രകോണാണെങ്കിൽ, കേന്ദ്രത്തിലെ കോണാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഏതെങ്കിലും ബിന്ദു മാർക്ക് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? 45ൻ്റെ പകുതി എത്ര വരിക? 22. അപ്പോൾ 22 ഏതെങ്കിലും ഒരു ബിന്ദു മാർക്ക് ചെയ്തു. ഈ 45 ഡിഗ്രി മൂന്നാമത്തെ വൃത്തത്തിനെ തൊടുന്ന ബിന്ദു ഇതാണ്. ഇതിൽ നിന്ന് ഈ ബിന്ദുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? യോജിപ്പിച്ച് വരയ്ക്കുന്നു. അതേപോലെ ഇവിടെ മൂന്നാമത്തെ വൃത്തത്തിനെ തൊടുന്നത്, ഇവിടെ അല്ല, 45 ഡിഗ്രിയുടെ മൂലവൃത്തത്തിനെ തൊടുന്ന ബിന്ദു ഇതാണ്. ഇതിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടി? ഇത് 90. അതിൻ്റെ പകുതി 45, അതിൻ്റെ പകുതി 22. ഇനി 22.5 കേന്ദ്രമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വൃത്തം വരയ്ക്കണം. അപ്പോൾ വൃത്തം വരയ്ക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തു. ഇത് സെൻറ്ററാക്കുന്നു. കേന്ദ്രമാക്കിയിട്ട് ഇഷ്ടമുള്ള ആരത്തിൽ, ആരം നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാം, എത്രയെന്ന് പറയണമെന്നില്ല. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അളവ് കുറച്ച് വ്യത്യാസം വരുത്തിയാൽ നല്ലതാണ്. ഒരു വൃത്തം വരയ്ക്കുന്നു. വൃത്തം വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇത് 22. കേന്ദ്രകോൺ 22.5 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് മറുചാപത്തിൽ ഏതെങ്കിലും ഒരു ബിന്ദു മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ 22.5 ഡിഗ്രി വൃത്തത്തിന് തൊടുന്ന ബിന്ദുക്കൾ ഇത് യോജിപ്പിച്ച് എന്ത് ചെയ്യണം? കോണ് വരയ്ക്കണം. ചാപത്തിലേക്ക്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി ഈ ബിന്ദുവിലേക്ക് യോജിപ്പിച്ചു. പിന്നെ ഈ ബിന്ദു ഇവിടെയാണ് തുടങ്ങുന്നത്. 22.5 ഡിഗ്രിയുടെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ മൂലയിലേക്ക് യോജിപ്പിക്കണം. അപ്പോൾ ഇത് 90, 45, 22.5, 11.4 ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്.